സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്ന് പെനാങ്ങിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിൽ പോയി നേരെ കുലാലംപൂരിലേക്ക് യാത്ര. കുലാലംപൂരാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പം ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ ഗ്രാബ് ആപ്പ് വഴി കുറച്ച് ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ. ഓക്കെ, ഇഡ്ഡലി, ചട്നി തുടങ്ങിയ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബൈ ബൈ പെനാങ്. ബൈ ബൈ പെനാങ്. ഞങ്ങൾ ബാഗുകളൊക്കെ എടുത്ത് ഗ്രാബ് ടാക്സി വിളിച്ചതിന് ശേഷം പോകുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പെനാങ് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പെനാങ്ങിൽ വരുന്നത്. പക്ഷേ ഈ 2 ദിവസം പോരാ. പെനാങ് വിശദമായി കാണണമെങ്കിൽ 2 ദിവസം പോരാ. ജോർജ് ടൗണിൽ തന്നെ ഇനിയും ഏറെ കാഴ്ചകൾ കാണുവാനുണ്ട്. ഇനി ഒരവസരത്തിൽ വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം പെനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പേരോട് വരണം, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ. പെനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എൻട്രി ഏരിയയാണ്. അത് ലെവൽ 2 ആണ് ഡിപ്പാർച്ചർ ഏരിയ. ലെവൽ 1 അറൈവൽ ഹാൾ. ഇവിടെ കുറച്ച് ഈറ്ററീസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം. പോകുന്നതിന് മുമ്പായിട്ട് ലഞ്ച് കഴിച്ചിട്ട് വേണം പോകുവാൻ. ഇവിടെ ചൈനീസ് പ്രസിഡൻറ്റ് ഷീ ജിൻപിങ് ഇന്ന് പോവുകയാണ് കുലാലംപൂരിൽ നിന്ന്. അതുകൊണ്ട് അവിടെ എയർപോർട്ട് കുറച്ച് സമയത്തേക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് രാവിലെ ആയിരുന്നു. എന്നാലും അതിൻ്റെ ഡിസ്ട്രപ്ഷൻ കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ കൂടുതൽ ലേറ്റാണ്. 4 മണിക്കാണ് ബോർഡിങ്. ഞങ്ങളിപ്പോൾ 12 മണി ആയിട്ടതേ ഉള്ളൂ. ഇനി ഇവിടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. നമ്മളെ ഈ ഹോട്ടലുകളുടെയൊക്കെ ചെക്ക് ഇൻ ചെക്കൗട്ട് ടൈം നമ്മളെപ്പോലുള്ള യാത്രികർക്ക് അത്ര സൗകര്യമുള്ള രീതിയിലല്ല. ചെക്ക് ഇൻ ടൈം എപ്പോഴും 3 മണി അല്ലെങ്കിൽ അതിന് ശേഷം, ചെക്കൗട്ട് ടൈം 11 മണി അതിന് മുമ്പ് എന്നൊക്കെയാണ്. പണ്ടൊക്കെ 24 hours ചെക്ക് ഇൻ ചെക്കൗട്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു നമുക്ക് സൗകര്യം. അപ്പോൾ ഞങ്ങൾക്ക് 11 മണിയാണ് ചെക്കൗട്ട് ടൈം തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ചെക്കൗട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മളെ യുവതലമുറ എത്തിക്കഴിഞ്ഞു. യൂണിഫോമിലാണ്. പെനാങ് ടീഷർട്ടൊക്കെ ഇട്ടാണ് എല്ലാവരും വരുന്നത്. ബൈ ബൈ പെനാങ്. നമ്മളെ പെനാങ് എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ഏരിയയാണ്. ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെർഫ്യൂംസും ഒക്കെ. നമ്മൾ കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങിച്ചു. നാട്ടിൽ കിട്ടുന്നതിനും വില കുറവാണെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ റിട്ടേൺ യാത്ര ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ നടക്കും. അതുകൊണ്ട് കുറേശ്ശെ ഷോപ്പിങ്ങൊക്കെ തുടങ്ങി. കുലാലംപൂർ കഴിഞ്ഞാൽ മലേഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് പെനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. 1935 ബ്രിട്ടീഷുകാരാണ് ഈ എയർപോർട്ട് പണി കഴിപ്പിച്ചത്. ഇവിടെ നിന്നും ഇൻഡിഗോയ്ക്ക് ചെന്നൈയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഇൻഡിഗോയ്ക്ക് പുറമേ കാത്തെ പസഫിക്, സിംഗപ്പൂർ എയർലൈൻസ്, തായ് എയർവേയ്സ് എന്നിങ്ങനെ ഒട്ടേറെ വലിയ വിമാന കമ്പനികൾ പെനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 1.5 കോടിയോളം ആളുകൾ ഈ എയർപോർട്ട് വഴി യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഏകദേശം 4:45 പെനാങ്ങിൽ നിന്നും പറന്നുയർന്ന് 5:30 കുലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2-ലെത്തി. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലങ്കാവിയിലേക്ക് പോയതും. അവിടെ വന്നിറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഗ്രാബ് ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ഹോട്ടൽ സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. അത്യാധുനികമായ ഒരു 6 ലൈൻ ഹൈവേ ആണ് സിറ്റി സെൻറ്ററുമായി എയർപോർട്ടിനെ കണക്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും ടോൾ ഗേറ്റും ഉണ്ടായിരുന്നു. ടോളും എല്ലാം ഉൾപ്പെടെ ഞങ്ങളുടെ ടാക്സി കൂലി വരുന്നത് ഏകദേശം 130 റിങ്കിറ്റാണ്.
ഞങ്ങൾ ഇപ്പോൾ കൊലാലംപൂർ സിറ്റി ഏരിയയിലാണ്. നിരവധി അമ്പരചുംബികൾ നിറഞ്ഞ ഒരു നഗരമാണ് കൊലാലംപൂർ. എങ്ങും ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കൊലാലംപൂർ സിറ്റി. മലേഷ്യയുടെ സിംബൽ എന്ന് പറയാവുന്ന പെട്രോണാസ് ടവർ, ട്വിൻ ടവർ ദൂരെയായി കാണാം. അതിന് സമീപത്തായി പുതിയതായി വന്ന മർദേക്ക ടവറാണ്. 2023 മർദേക്ക ടവറിൻ്റെ പണി കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബിൽഡിങ്ങാണിത്. 618 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. തൊട്ടടുത്ത് തന്നെ പെട്രോണാസ് ടവറും കാണാം. ട്വിൻ ടവറാണ്. ഇവിടെയൊക്കെ ഞങ്ങൾക്കൊന്ന് കയറി സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നറിയില്ല. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 8 മണിയായി. ഇന്നത്തെ ഫ്ലൈറ്റ് ഡിലേ കാരണം ഞങ്ങളുടെ പരിപാടികൾ കുറച്ച് അപ്സെറ്റായിരിക്കുകയാണ്. 6 മണിയോടെ ഇവിടെ എത്തും എന്നായിരുന്നു പ്രതീക്ഷ. 2 മണിക്കൂറോളം താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കറക്കങ്ങളൊന്നും നടന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ആഹാരം കഴിക്കുവാൻ വേണ്ടി അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, റൊട്ടി ദി തന്തൂർ എന്ന റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. നല്ല ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഫാമിലീസൊക്കെ ധാരാളമായി വരുന്നുണ്ട്. എന്നാലും വലിയ തിരക്കില്ല. നമ്മളെ ഫുഡ് വന്നു കഴിഞ്ഞു. ഇത് ബാംബു ബിരിയാണിയാണ്. മുളയിൽ ആവിയേറ്റി വേവിച്ച ബിരിയാണി, ചിക്കൻ കടായി, റൊട്ടി, നാൻ, വെജിറ്റബിൾ കറീസ്, എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി നാളെ ഞങ്ങൾ കൊലാലംപൂരിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ബാട്ടു കേവ്സ്, ഗെൻഡിങ് ഹൈലാൻഡ്സ് എന്നിവയാണ് നാളത്തെ പ്രോഗ്രാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ബൈ ബൈ.